ഹായ് നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റിയർ വൈപ്പർ ബ്ലേഡ് പലരുടെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഈ ഒരു ബ്ലേഡ് മാറാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഈ ബ്ലേഡ് കിട്ടാനില്ല. ഇങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്നേരം സിമ്പിളായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനിന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ റിയർ വൈപ്പർ ഓൺ ആക്കി കഴിഞ്ഞ് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും ഇതിനെ വൈപ്പ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ സൗണ്ട് വരുമ്പോൾ ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അന്നേരം ഇതൊന്ന് ചുമ്മാ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല കട്ടിയാണ്, സോഫ്റ്റ് ആയിട്ടിരിക്കും പുതിയ ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടത് ഇത് ഒന്നുകൂടി ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഊരിയെടുത്താൽ ഈ ബ്ലേഡ് നമുക്കിങ്ങനെ കയ്യിലോട്ട് ഊരിപ്പോരും. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ബ്ലേഡ് കിട്ടാനില്ലെങ്കിൽ അല്ലെങ്കിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ റബ്ബർ മാത്രം നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് വില കുറഞ്ഞ ഏതെങ്കിലും ഒരു വൈപ്പ് ബ്ലേഡ്, അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒമിനിയുടെയൊക്കെ വൈപ്പ് ബ്ലേഡിന് വളരെ വില കുറവാണ്, 120 രൂപ 130 രൂപ കണ്ട് വരുന്നുള്ളൂ ഒരു സൈഡ്. അത് മേടിക്കാം. എന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക എവിടെ നിന്നാണ് ഇത് ഊരിപ്പോരുന്നത്. ഈ സൈഡിൽ നിന്ന് ഇപ്പം ഇങ്ങനെ ഊരിപ്പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഈ സൈഡ് നോക്കാം. യെസ്, ഈ സൈഡിൽ തന്നെ നമുക്ക് എടുക്കാം. കണ്ടോ, ഇതിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ സൈഡ് കൊണ്ട് വലിച്ച് നമ്മൾ പുറത്തോട്ട് എടുത്തു. ഓക്കെ, നമ്മൾ ദൂരെ എടുത്തു. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേണ്ടേ, ഇതാണ് നമ്മുടെ ഒരു പുതിയ ബ്ലേഡ് ഞാൻ എടുത്തത്. ഇത് നമ്മുടെ പഴയ ബ്ലേഡ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇത് നമ്മൾ അതുപോലെ തന്നെ വെക്കുകയാണ്. ഇത് പുതിയതാണല്ലോ, ഞാൻ ഒരു തവണ അഴിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗമാണ് നമ്മുടെ വൈപ്പർ ബ്ലേഡിൻ്റെ ലോക്ക് വരുന്നത്. ഈ സൈഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ സൈഡ് ഫ്രീയും ഈ സൈഡ് എപ്പോഴും ഒരു ലോക്ക് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലോക്കിൽ നിന്ന് ഇവനെ പുറത്തോട്ട് ചാടിക്കുക, ഇതിങ്ങനെ വലിച്ചു ഊരിങ്ങ് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞായിരുന്നു, ഇതൊരു പഴയ ടൈപ്പാണ്, പഴയ മോഡലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഫ്രീ ആയിട്ടുള്ളൊരു പോർഷനിൽ നിന്നും ഈ ഒരു ലെങ്ത് കറക്റ്റ് നോക്കുക, എത്ര വേണം. ഈ ഒരു ബ്ലേഡിൻ്റെ ലെങ്ത് ഏകദേശം ഇവിടം വരെ ഉണ്ട്. കണ്ടോ, അത് ഞാൻ നോക്കി വെച്ചും ഈ ഞാൻ മേടിച്ച പുതിയ വൈപ്പർ ബ്ലേഡിൻ്റെ അത് കട്ട് ചെയ്തിങ്ങെടുക്കും. യെസ്, ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ. യെസ്, ഓക്കെ ആണ്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള കമ്പിയും ഞാനിങ്ങ് ഊരിയെടുക്കും. ചടാൻ. എന്നിട്ട് ഈ പുതിയതിലോട്ട് ഞാനത് ഇൻസേർട്ട് ചെയ്യും. കണ്ടോ, അങ്ങനെ പുതിയതിലോട്ട് ഞാനതങ്ങ് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു, കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. എന്തെങ്കിലും പൊങ്ങി ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴും. ഫ്ലെക്സിബിൾ ആണോ എന്ന് ജസ്റ്റ് നോക്കണം. ഇനി നമ്മുടെ വൈപ്പറിൻ്റെ ആമിങ് എടുക്കാം. യെസ്, നമ്മുടെ വൈപ്പർ ആമ നമുക്കിവിടെ വന്ന് നമുക്കിതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇത് രണ്ടും സൂട്ട് തന്നെയാണോ, വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊന്നുകൂടെ കൺഫേം ആക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ്, അതായത് സെൻറ്റർ പോർഷൻ ആദ്യം കയറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കയറുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ റബ്ബറിൻ്റെ നമ്മുടെ ഈ വരുന്ന കമ്പിയുടെ പോർഷൻ താഴെ തന്നെ ആയിരിക്കണം. അത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തി മാത്രം കയറ്റാവുള്ളൂ. കണ്ടോ, ഇത് കയറി കഴിഞ്ഞിട്ട് ഒരു സൈഡ് ഇവിടെ കയറ്റിയിടാൻ നമുക്ക് പറ്റും. കണ്ടോ, ഇങ്ങനെ. ഇനി ഈ ഒരു പോർഷൻ മാത്രം ഇത് കണ്ടോ, പതുക്കെ ഒന്ന് ഫോഴ്സ് കൊടുത്ത് കയറ്റിയാൽ പരിപാടി കഴിഞ്ഞു. കണ്ടോ, സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കിനി ബ്ലേഡ് മാറാൻ കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ പഴയ ബ്ലേഡ് ഇട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നൈസായിട്ട് ഇതിൻ്റെ റബ്ബർ മാത്രം ഊരിയെടുത്ത് തിരിച്ചതുപോലെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. നോക്കണം, ഇതിന് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആംഗിളുണ്ട്. ഇവിടെ ഒരു സൈഡിലൊരു ടേപ്പറായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആ ടേപ്പർ ഇതിനകത്തോട്ട് ആദ്യം കയറ്റണം. കേട്ടോ, അത് കയറിയെന്ന് കൺഫേം വരുത്തണം. ഓക്കെ, യെസ്, കയറി. ലോക്ക്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഊരുന്ന കാണിച്ചു തരാം. ഈ സൈഡ് ഒരു ടേപ്പറാണ്, ഇവിടെ ഒരു സൈഡ് ടേപ്പറുണ്ട്. ഈ ടേപ്പർ നേരെ ഇങ്ങനെ കൊണ്ട് വെച്ച് നോക്കുക. ലോക്ക് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പരിപാടി തീർക്കാൻ സാധിക്കും. വളരെ സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക.